യു.എയിൽ തണുപ്പുകാലം തുടങ്ങിയതോടെ പകർച്ചപ്പനി ബാധിതരുടെ എണ്ണം വർദ്ധിക്കുകയാണ്. ചൂടിൽ നിന്ന് തണുപ്പിലേക്ക് കിടക്കുമ്പോൾ അസുഖം വരാനുള്ള സാധ്യത വളരെയേറെയാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും കൃത്യമായി മുൻകരുതൽ സ്വീകരിക്കണമെന്നും വാക്സിൻ എടുക്കണമെന്നും ആരോഗ്യ വിദഗ്ധർ നിർദ്ദേശിക്കുന്നു. യു.എയിൽ ചൂട് കാലാവസ്ഥ തണുപ്പിലേക്ക് മാറിത്തുടങ്ങിയ സെപ്റ്റംബർ ആദ്യവാരത്തോടെ തന്നെ രാജ്യത്ത് പനിയും ജലദോഷവും അടക്കമുള്ള അസുഖങ്ങൾ പലയിടങ്ങളിലായി കണ്ടു തുടങ്ങിയിരുന്നു. പനി, ജലദോഷം, ചുമ തുടങ്ങിയ രോഗലക്ഷണങ്ങളുമായി ഒട്ടേറെ പേരാണ് സർക്കാർ സ്വകാര്യ ആശുപത്രികളിലും ക്ലിനിക്കുകളിലും ദിവസേന എത്തുന്നത്. കുട്ടികളിലും പ്രായമായവരിലുമാണ് രോഗബാധ കൂടുതലായി കണ്ടുവരുന്നത്. നമ്മുടെ ഇടയിൽ ഇപ്പോൾ ഇൻഫ്ലുവൻസ അല്ലെങ്കിൽ ഫ്ലൂ ലൈക്ക് ഇൽനെസ് പടർന്നു പിടിക്കുന്ന ഒരു കാലമാണ്. ഇത് ഉണ്ടാകുന്നത് സാധാരണയായി ഇൻഫ്ലുവൻസ എ, ഇൻഫ്ലുവൻസ ബി എന്നീ വൈറസുകൾ കൊണ്ടാണ്. കുട്ടികളിലാണെങ്കിൽ റെസ്പിറേറ്ററി സിൻസീഷ്യൽ വൈറസ് അഥവാ RSV എന്ന വൈറസും ഇതുപോലുള്ള രോഗങ്ങൾക്ക് കാരണമായേക്കാം. ശൈത്യകാലത്ത് പൊതുവെ കണ്ടുവരുന്ന രോഗമാണ് ഇൻഫ്ലുവൻസ. ദിവസങ്ങളോളം നീണ്ടു നിൽക്കുന്ന പനി, ജലദോഷം, തുമ്മൽ, തലവേദന, തലകറക്കം, ക്ഷീണം എന്നിവയൊക്കെയാണ് പ്രധാന ലക്ഷണങ്ങൾ. ചികിത്സിച്ചു മാറ്റാവുന്നതാണ് പകർച്ചപ്പനി. കുട്ടികൾക്ക് രോഗം പിടിപെട്ടാൽ 48 മണിക്കൂറിനകം ഡോക്ടറെ കാണിക്കണം. രോഗലക്ഷണങ്ങളുമായി എത്തുന്ന മുതിർന്നവരുടെയും കുട്ടികളുടെയും എണ്ണം ഇപ്പോൾ ഒരുപാട് വർദ്ധിച്ചിട്ടുണ്ട്. പനി, ചുമ, ജലദോഷം എന്നീ ലക്ഷണങ്ങളുമായാണ് അവർ വരുന്നത്. അതിന് 1-2 ദിവസം മുമ്പ് ഛർദിയോ വയറിളക്കമോ കണ്ടുവരാറുണ്ട്. ഇൻഫ്ലുവൻസ എ, ഇൻഫ്ലുവൻസ ബി എന്നീ വൈറൽ രോഗങ്ങളാണ് ഇപ്പോൾ കൂടുതലായി കണ്ടുവരുന്നത്. ഇത് കണ്ടുപിടിക്കാനായി നേസൽ സ്വാബ് എന്ന ടെസ്റ്റ് നമുക്ക് ചെയ്യാവുന്നതാണ്. അത് പോസിറ്റീവ് ആയാൽ അതിനുള്ള ചികിത്സയും ലഭ്യമാണ്. പകർച്ചപ്പനിക്കെതിരെ ഏവരും വാക്സിൻ എടുക്കണമെന്നും അസുഖങ്ങൾ വരാതിരിക്കാൻ മുൻകരുതൽ സ്വീകരിക്കണമെന്നും ആരോഗ്യ വിദഗ്ധർ നിർദ്ദേശിച്ചു. പ്രതിരോധത്തിനായി 2 കാര്യങ്ങളാണ് നമ്മൾക്ക് കാര്യമായിട്ട് ചെയ്യാനുള്ളത്. ഒന്ന്, റെസ്പിറേറ്ററി ഹൈജീൻ. അപ്പോൾ ചുമയ്ക്കുമ്പോൾ ശ്രദ്ധിക്കണം, ഫ്രീക്വൻ്റായിട്ട് കൈ കഴുകണം, പിന്നെ ഫേസ് മാസ്ക് ഉപയോഗിക്കണം. രണ്ടാമത്, ഇൻഫ്ലുവൻസയ്ക്കെതിരായി ഫ്ലൂ വാക്സിൻ അഥവാ ഇൻഫ്ലുവൻസ വാക്സിൻ അവൈലബിൾ ആണ്. അപ്പോൾ എല്ലാ ഇൻഫ്ലുവൻസ സീസണിന് മുമ്പും ഈ വാക്സിൻ എടുക്കേണ്ടതാണ്. ഇൻഫ്ലുവൻസ എ, ഇൻഫ്ലുവൻസ ബി എന്ന വൈറസുകളെ നമ്മൾക്ക് ഒരു ഈസി ആയിട്ടുള്ള നേസൽ സ്വാബ് ടെസ്റ്റ് വഴി ഐഡൻറ്റിഫൈ ചെയ്യാവുന്നതാണ്. കാര്യമായിട്ടുള്ള രോഗമുണ്ടെങ്കിൽ അഥവാ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യേണ്ട തരത്തിലുള്ള രോഗമുണ്ടെങ്കിൽ, എസ്പെഷ്യലി ഇൻറ്റൻസീവ് കെയർ യൂണിറ്റിലോ ഒക്കെ പോകേണ്ട ഒരവസ്ഥയാണെങ്കിൽ ഫലപ്രദമായ ആൻറ്റി വൈറൽ മെഡിസിൻ ഇൻഫ്ലുവൻസയ്ക്കെതിരെ നമുക്ക് അവൈലബിൾ ആണ്. ഗർഭിണികൾ, 50 വയസ്സിന് മുകളിലുള്ളവർ, വിട്ടുമാറാത്ത രോഗമുള്ളവർ, 5 വയസ്സിൽ താഴെയുള്ളവർ, ആരോഗ്യ പ്രവർത്തകർ, കുറഞ്ഞ വരുമാനക്കാരായ തൊഴിലാളികൾ എന്നീ വിഭാഗക്കാർക്ക് ഫ്ലൂ വാക്സിൻ സൗജന്യമായി ലഭിക്കും. മറ്റ് വിഭാഗക്കാർ 50 ദിർഹം നൽകണം. കുട്ടികൾക്ക് 6 മാസം മുതൽ ഫ്ലൂ വാക്സിൻ നൽകാം. മുൻപ് വാക്സിൻ എടുക്കാത്ത 9 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ആദ്യ വർഷം 1 മാസത്തെ ഇടവേളയിൽ 2 ഡോസ് വീതം വാക്സിൻ നൽകണം. 9 വയസ്സിന് മുകളിലുള്ളവർക്ക് വർഷത്തിൽ 1 ഡോസ് മതി. ഈ വാക്സിൻ 9 വയസ്സിന് താഴെയുള്ള ഒരു കുട്ടി ആദ്യമായി ഈ വർഷം എടുക്കുകയാണെങ്കിൽ 2 ഡോസസ് 1 മന്ത് അപ്പാർട്ട്, അതായത് 1 മാസം വിട്ട് 2 ഡോസസ് എടുക്കണം. മറിച്ച് 9 വയസ്സിന് മീതെയുള്ള ഒരു കുട്ടിയോ മുതിർന്ന ഒരു വ്യക്തിയോ ഈ വാക്സിൻ എടുക്കുകയാണെങ്കിൽ 1 ഡോസിന്റെ ആവശ്യമേ ഉള്ളൂ. എന്നാൽ എല്ലാ വർഷവും ഈ വാക്സിൻ എടുക്കണം. കാരണം ഈ വൈറസ് മ്യൂട്ടേറ്റ് ചെയ്യുന്നതാണ്. അതായത് ഈ വൈറസിന് ചെറിയ മാറ്റങ്ങൾ വന്ന് പുതിയ വൈറസുകൾ പുതിയ രൂപങ്ങളിൽ ഇറങ്ങുന്നതായതുകൊണ്ടാണ് എല്ലാ വർഷവും എടുക്കണം എന്ന് പറയുന്നത്. എന്നാൽ ഈ വർഷം ഈ വൈറസ് വാക്സിൻ എടുത്തത് കൊണ്ട് അടുത്ത വർഷം നിർബന്ധമായും എടുക്കണം എന്നില്ല. അത് നമ്മുടെ പ്രൊട്ടക്ഷന് വേണ്ടിയാണ് അടുത്ത വർഷവും എടുക്കുന്നത്.
പകർച്ചപ്പനിക്കെതിരെ വാക്സിൻ എടുത്തും മുൻകരുതൽ സ്വീകരിച്ചും പ്രതിരോധം ശക്തമാക്കാൻ ഏവരും ശ്രദ്ധിക്കാൻ നമസ്തേ അറേബ്യയും ഓർമ്മപ്പെടുത്തുകയാണ്.